അതുല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട്. രേണുകേനെ കാണാനില്ല ഈ ഭാഗം. ഇതെടുക്കാനാണോ പോയത്? ഇപ്പം ഇവിടെ ആണെങ്കിൽ കേരള പോലീസ് അസോസിയേഷന്റെ ഭാഗമായിട്ട് നല്ല സുട കപ്പയും കട്ടൻ കാപ്പിയും കിട്ടിയിട്ടുണ്ട്. അല്ലല്ല, നിക്ക് ഞാൻ പിന്നെ നോക്കാം. മിമിക്രി ഉണ്ട്. ആക്രാന്തം മൂത്തിട്ട് എല്ലാം മറന്ന്. മോടെ പേര് പറഞ്ഞു. നേഹ. ജില്ല കണ്ണൂര്. ഒരു മിനിറ്റ്, കപ്പയൊന്ന് ഒഴുകിക്കോട്ടെ. കണ്ണൂർ ജില്ലയാണ്. അപ്പം മിമിക്രിയിൽ എ ഗ്രേഡ് അല്ലേ? അപ്പം നമുക്ക് ആ മിമിക്രി ആ ശബ്ദം ഒന്ന് കേൾക്കാം. മൃഗങ്ങളുടെ ശബ്ദമാണ്. പാമ്പിന്റെ വാലകപ്പെട്ട തവള, ചെമ്പോത്ത്, പിന്നെ കാർട്ടൂൺ കഥാപാത്രമായ ഷിൻചാൻ. പിന്നെ വൈക്കം വിജയലക്ഷ്മി. അങ്ങ് വാണക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കരയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി. ലതാ മങ്കേഷ്കർ. ആവാസ് ദോ ഹംകോ हम खो गए मर जाएंगे हम मगर दूर तुमसे हो गए आवाज दो हमको. അടിപൊളി, തകർത്ത്. ഇതിലെ എനിക്കൊരു സംശയം എന്താണെന്നറിയോ? ഈ പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഇത് എവിടുന്ന് കേട്ട് പഠിച്ചെന്നുള്ളതാ. ഈ രാത്രി അപ്പൊ ഇറങ്ങുമോ ഈ തവള? ഈ പാമ്പ് എവിടെങ്കിലും പാമ്പുണ്ടെങ്കിൽ തവളയൊക്കെ അങ്ങനെയല്ല, വയൽ പ്രദേശത്ത് നാട്ടും പുറത്തെല്ലാം കാണുന്ന സംഭവമാണ്. ടൗൺ നാട്ടിലൊക്കെ അതിന് മാത്രം തവളയല്ലേ? ഈ പാമ്പും തവളയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം ഈ പിടിച്ച് തിന്നാനായിട്ട് രാത്രി അത്ര സൗണ്ട് കേൾക്കും. അങ്ങനത്തെ സൗണ്ടുകൾ രാത്രി തന്നെയല്ല, രാവിലെ ഇപ്പം കാക്ക പിടിച്ചാലും തവളി ഒച്ചയാക്കും. ആര് പിടിച്ചാലും തവളയുടെ ഒച്ച, അതാണ് പ്രധാനമായിട്ടും. അതാണ് എന്തായാലും തകർത്ത്. കണ്ണൂർ ജില്ലക്ക് മാഷ എന്നെ പഠിപ്പിച്ചിനി. അപ്പൊ മാഷിക്ക് വേണ്ടിട്ട് ഒരു പഠിപ്പിച്ചിനി. കണ്ണൂര് സ്ലാങ് കുഴപ്പമില്ല മോളെ. ഇവളെ ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവള് ചില സമയത്ത് ഇവള് വലുതായിട്ട് വലിയ ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ പത്തനംതിട്ട ഭാഷ കയറി. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കൊണ്ട് എന്നെ ഇമിറ്റേറ്റ് ചെയ്തു എന്നുള്ളത്. എനിക്കിപ്പോൾ എൻ്റെ അതേ ശബ്ദം എടുത്ത് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. കുറച്ച് ഇപ്പം ഞാൻ ചിരിക്കുന്ന പോലൊക്കെ ചിരിച്ച് കാണിക്കുന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി കളയോ. എന്തായാലും ഇവിടെ ആവേശം. കാളിദാസനും രേണുകയും കപ്പയൊക്കെ കഴിച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നിൽക്കൂ. അമോൾ വളരെ മനോഹരമായി തന്നെ അനുകരിച്ചു. രേണുകേനെയും കാളിദാസനെയും ഒക്കെ അനുകരിച്ച് കാണിക്കട്ടെ. നമുക്കിപ്പോൾ നവീൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി വരേണ്ടതുണ്ട്. നവീൻ്റെ അവിടെ കൂടുതൽ അതിഥികൾ തയ്യാറാണ്. ഒരു ഗ്രൂപ്പ് തന്നെ പിന്നിലുണ്ടെന്ന് തോന്നുന്നു. ആരാണ് ഇത്തവണയും ചവിട്ട് നാടകത്തിന്റെ ഗ്രൂപ്പ് തന്നെയാണോ?